ശ്രീനാരായണ ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ മേടൻ രാശിയെ പറ്റിയാണ് പറയുന്നത്. മേടൻ രാശിയിൽ ജനിച്ച അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ 15 നാഴിക എന്നീ നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളെ പറ്റിയാണ് പറയുന്നത്. മേടൻ രാശി ഒരു പുരുഷ രാശിയാണ്. രാശി സ്വരൂപം ആട് ആണ്. സൂര്യൻ അതിൻ്റെ ഉച്ചസ്ഥയിൽ നിൽക്കുന്ന രാശിയാണ്. കാലപുരുഷന്റെ തലയുടെ സ്ഥാനമാണ് മേടൻ രാശിക്കുള്ളത്. മേടം ഒരു ചരരാശിയാണ്. ചൊവ്വയുടെ സ്വക്ഷേത്രമാണ്. ഇത് അഗ്നി രാശിയാണ്. ശനിയുടെ നീചരാശിയും കൂടിയാണ് മേടൻ രാശി. മേടൻ രാശിയിൽ ജനിക്കുന്ന വ്യക്തിയുടെ സ്വഭാവങ്ങളുടെ പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത്. ഇവർ എപ്പോഴും മുൻകോപികൾ ആയിരിക്കും. വ്യവഹാരപ്രിയർ ആയിരിക്കും. പിടിവാശി കൂടുതലുള്ളവരായിരിക്കും. വാദപ്രതിവാദങ്ങൾ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവരായിരിക്കും. സഹനശക്തി ഇവർക്ക് കുറവായിരിക്കും. അഭിമാനികൾ ആയിരിക്കും മേടൻ രാശിയിൽ ജനിക്കുന്നവർ. ചിന്തിക്കാതെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവരാണ് ഇവർ. എന്തിനും മുമ്പേ നിൽക്കണം എന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. ഇവർ മറ്റുള്ളവരെ ഭരിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എടുത്തുചാട്ടം ഇവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. മത്സരിക്കാനാണ് ഇവർക്ക് ഇഷ്ടം. വാഹനഭ്രമം ഉള്ളവരാണ് ഇവർ. പ്രത്യാഘാതങ്ങൾ നോക്കാതെ എന്തിനും മുന്നിട്ടിറങ്ങുന്ന സ്വഭാവമുള്ളവരാണ് ഇവർ. വിമർശനം തീരെ ഇഷ്ടപ്പെടാത്തവരാണ്. എങ്കിലും ഒരു ഉൾഭയം എപ്പോഴും ഉള്ളവരാണ് ഇവർ. പ്രത്യേകിച്ച് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇവർ ധൈര്യശാലികളായിരിക്കും. ധീരത പ്രകടിപ്പിക്കുന്ന ജോലികളിലൊക്കെ ഇവർക്ക് ശോഭിക്കുവാൻ കഴിയുന്നതാണ്. ഫയർഫോഴ്സ്, മിലിറ്ററി, ഇലക്ട്രിസിറ്റി, കായിക അധ്യാപകൻ, വിദേശ ജോലികൾ, മാനേജർ സ്ഥാനം, പോലീസ് എന്നീ ജോലികളൊക്കെ ഇവർക്ക് ഗുണം ചെയ്യുന്നതാണ്. തീരുമാനമെടുക്കുമ്പോൾ സ്വന്തം തീരുമാനത്തിനാണ് ഇവർ എപ്പോഴും പ്രാധാന്യം കൽപ്പിക്കുന്നത്. നേരിട്ട് കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കുവാനും സ്വതന്ത്ര ചിന്തയോടെ പ്രവർത്തിക്കുവാനുമാണ് ഇവർക്ക് താല്പര്യം. അറിവുള്ളവർ ആയിരിക്കും മേടൻ രാശിയിൽ ജനിക്കുന്നവർ. അഭിപ്രായത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് ഇവർക്ക് ചിലപ്പോൾ ദോഷങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. നേതൃത്വ പാഠവും ഇവർക്ക് ഉണ്ടായിരിക്കും. പ്രസന്നവദനർ ആയിരിക്കും. വെല്ലുവിളികളെ ഏറ്റെടുക്കുവാൻ ഇവർക്ക് താല്പര്യമുണ്ട്. തർക്കത്തിൽ ജയിക്കുവാനുള്ള കഴിവും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ട്. ഇളക്കമുള്ള കണ്ണുകൾ, ഉയർന്ന നെറ്റിത്തടം, നീണ്ട മൂക്ക്, പ്രസന്നമായ മുഖം എന്നിവ ഇവരുടെ പ്രത്യേകതയാണ്. ആരും കൊതിക്കുന്ന സൗന്ദര്യം ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഊർജ്ജസ്വലതയുള്ള ഇവർ എന്തിലും മുന്നിട്ട് ഇറങ്ങി കാര്യം നേടിയെടുക്കുന്നതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. സ്നേഹക്കൂടുതൽ ഉണ്ടെങ്കിലും ആ സ്നേഹം ചിലപ്പോൾ പെട്ടെന്ന് ഇല്ലാതാക്കുന്ന പ്രവൃത്തി ഇവരിൽ ഉണ്ടാവുന്നതാണ്. ആകർഷകമായ ഒരു വ്യക്തിത്വം ഉള്ളവരായിരിക്കും ഇവർ. വ്യക്തിപ്രഭാവത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു പ്രകൃതമാണ് ഇവർക്ക്. കുടുംബവുമായി ബന്ധം ഉണ്ടാവുമെങ്കിലും പലപ്പോഴും ആ ബന്ധം ഊഷ്മളമായി കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയാതെ വരുന്നു. മനക്കരുത്ത് ഉള്ളവരായിരിക്കും. സഞ്ചാരപ്രിയർ ആയിരിക്കും. ചെറിയ കാര്യങ്ങൾ മതി ഇവർക്ക് പെട്ടെന്ന് സന്തോഷം ഉണ്ടാക്കുവാൻ. അതേപോലെ ചെറിയ വിഷമങ്ങൾ കൊണ്ട് ഇവർ പെട്ടെന്ന് വിഷമിക്കുകയും ചെയ്യും. ധനം ഒരു സ്ഥിരമായി ഇവരുടെ കയ്യിൽ ഉണ്ടായിരിക്കില്ല. അത് വന്നു പോയിക്കൊണ്ടേയിരിക്കും. സമ്പത്ത് പൊതുവെ കുറഞ്ഞവരായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ. എതിർലിംഗക്കാരോട് കൂടുതൽ താല്പര്യം കാണിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട്. ശത്രുക്കളെ ജയിക്കുവാൻ കഴിയുന്നതായിരിക്കും. ധൈര്യശാലികളായിരിക്കും ഇവർ. മറ്റുള്ളവരുടെ മേൽ സ്വന്തം അഭിപ്രായം അടിച്ചേൽപ്പിക്കുവാനാണ് ഇവർക്ക് താല്പര്യം. പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനുള്ള കഴിവ് ഇവർക്കുണ്ട്. സമ്മർദ്ദത്തിന് ഒരിക്കലും കീഴ്പ്പെടുന്ന സ്വഭാവമല്ല. ആഗ്രഹിച്ചത് സാധിച്ചെടുക്കുന്നതുവരെ ഇവർ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. പ്രതിസന്ധികളിൽ ഒരിക്കലും തളരുന്ന സ്വഭാവം ഇവർക്കില്ല. ഭക്ഷണപ്രിയർ ആണ്. പച്ചക്കറിയോടായിരിക്കും ഇവർക്ക് കൂടുതൽ ഇഷ്ടം. ധാരാളം വെള്ളം കുടിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട്. പലപ്പോഴും കുടുംബത്തിലെ മൂത്ത സന്തതി ആയിരിക്കും. ആരോഗ്യവും സൗന്ദര്യവും ഇവർക്ക് ഉണ്ടായിരിക്കും. പലപ്പോഴും ശരീരത്തിൽ എവിടെയെങ്കിലും, പ്രത്യേകിച്ച് ശിരസിൻ്റെ ഭാഗത്ത് ഒരു മുറിപ്പാട് കാണുന്നതാണ്. ഇവർ എപ്പോഴും പ്രായത്തേക്കാൾ യങ് ആയിട്ടാണ്, അതായത് ചെറുപ്പക്കാരായിട്ടാണ് കണ്ടുവരുന്നത്. ഉണ്ടാകുവാൻ സാധ്യതയുള്ള രോഗങ്ങൾ രക്തസമ്മർദ്ദം, പിത്തരോഗം, ശിരോരോഗം, ദന്തരോഗം, കണ്ണുരോഗം, ആർത്തവദോഷം, ഗർഭാശയ രോഗം എന്നിവയാണ്. ചുറുചുറുക്കും എടുത്തുചാട്ടവും അതേപോലെ ഉശിരും ഇവരിൽ കണ്ടുവരുന്നു.
എന്നാൽ ജീവിതത്തിൽ പലപ്പോഴും ഉയർച്ച താഴ്ചകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സ്ഥിരമായി ഒരു ഉയർച്ചയോ താഴ്ചയോ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ദോഷങ്ങൾ സ്വയം മനസ്സിലാക്കി ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ഇവർക്ക് ജീവിതം നന്നാക്കിയെടുക്കുവാൻ കഴിയുന്നതാണ്. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, എടുത്തുചാട്ടം ഒഴിവാക്കുക, പെട്ടെന്നുണ്ടാകുന്ന കോപത്തെ നിയന്ത്രിച്ച് നിർത്തുക എന്നിവ ചെയ്താൽ തന്നെ ഇവർക്ക് ജീവിതത്തിൽ മെച്ചപ്പെടുവാൻ കഴിയുന്നതാണ്. പെട്ടെന്ന് ഒരു തീരുമാനവും എടുക്കരുത്. ലഹരിയിൽ താല്പര്യമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും പിന്തിരിയുവാൻ ഇവർക്ക് പ്രയാസമായിരിക്കും. സഹനശക്തി ഉണ്ടാക്കിയെടുക്കണം. തനിക്ക് ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് മുൻപിൻ നോക്കാതെ എടുത്തു ചാടുന്ന പ്രവണത ഒഴിവാക്കേണ്ടതുണ്ട്. തനിക്ക് മേൽക്കോയ്മ നഷ്ടപ്പെടും എന്ന് വിചാരിച്ച് അധികാരം വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്ത പ്രകൃതമാണ് ഇവർക്കുള്ളത്. ഇതും മാറ്റിയെടുക്കേണ്ടത് ആവശ്യമാണ്. ജാതകവശാൽ 1, 5, 9 ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ നല്ലതാണെങ്കിൽ ഇവർക്ക് കൂടുതൽ ഗുണം ലഭിക്കുന്നതാണ്. മേടം, ഇടവം, കർക്കിടകം, ചിങ്ങം, തുലാം, വൃശ്ചികം, ധനു എന്നീ രാശികളിലുള്ള നക്ഷത്രക്കാരുമായി കൂട്ടുകൂടുന്നതും അവരുമായി ഒന്നിച്ച് പോകുന്നതും ഒക്കെ ഇവർക്ക് ഏറെ ഗുണം ചെയ്യുന്നതാണ്. ഞായർ, തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങൾ ഇവർക്ക് നല്ല ദിവസങ്ങളായി കണ്ടുവരുന്നു. ചൊവ്വയുടെ ആധിപത്യമുള്ള രാശിയായതിനാലും അഗ്നിരാശിയായതിനാലും ദേഷ്യം ഇവരുടെ കൂടപ്പിറപ്പാണ്. അതിനെ കഴിയുന്നതും നിയന്ത്രിച്ച് നിർത്തേണ്ടത് ആവശ്യമാണ്. ശ്രീ മുരുകദേവനെ, സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുക, ചൊവ്വാഴ്ച ക്ഷേത്ര ദർശനം നടത്തുക, ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുക എന്നിവ ചെയ്യുന്നത് ഇവർക്ക് ദോഷങ്ങൾ മാറിക്കിട്ടുവാൻ സഹായകമാകും. മേടൻ രാശിയിൽ വരുന്ന 3 നക്ഷത്രങ്ങളും, അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രങ്ങളുടെ നക്ഷത്രാധിപൻ വ്യത്യസ്തമായതിനാൽ തന്നെ ഇതിൽ പറയുന്ന സ്വഭാവങ്ങൾ ഒരേപോലെ ഈ 3 നക്ഷത്രക്കാർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അശ്വതിയുടെ അധിപൻ കേതുവാണ്. ഭരണിയുടെ അധിപൻ ശുക്രനാണ്. അതുപോലെ കാർത്തികയുടെ അധിപൻ രവി അല്ലെങ്കിൽ ആദിത്യൻ ആകുന്നു. കേതു അധിപനായി വരുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് കൂടുതൽ ധൈര്യശാലികളായിരിക്കും. എന്നാൽ ശുക്രൻ അധിപനായി വരുന്ന ഭരണി നക്ഷത്രക്കാർ കലാവാസന കൂടുതൽ കാണിക്കുന്ന പ്രകൃതം ഉള്ളവരായിരിക്കും. രവിയുടെ ആധിപത്യമുള്ള കാർത്തിക നക്ഷത്രത്തിന് ചിലപ്പോൾ ശാരീരിക പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നക്ഷത്രാധിപത്യമുള്ള ഗ്രഹങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ കൂറിൽ ജനിച്ചവരുടെ സ്വഭാവത്തിലും നേരിയ വ്യതിയാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും പൊതുവെ പറഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ പാദം അടങ്ങിയ മേടക്കൂറുകാരുടെ സ്വഭാവ സവിശേഷതകൾ ഏറെക്കുറെ ഇങ്ങനെയൊക്കെയായിരിക്കും.